ഉള്ള സ്ഥലം അത് നമ്മുടെ KSRTC വന്ന് നോക്കിക്കേ, ഒരു ഭംഗിയുണ്ട് കാണാനേ, ആ സൈഡിൽ കൂടെ പോകുന്നത് കാണാനേ. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ എത്തുന്നത് ആര്യങ്കാവിലാണ്. സുഹൃത്തുക്കളെ, ഈ ആര്യങ്കാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരുപാട് ലോട്ടറി കടകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇരുവശവും ലോട്ടറി കട. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് എല്ലാം മിക്കാറുള്ളതൊക്കെ അടഞ്ഞു കിടക്കുന്നത്. എന്നാൽ ഒരുപാട് ലോട്ടറി കടയുണ്ട് ഇവിടെ. അങ്ങനെ ഞാനും ടിൻറ്റുമോനും തമിഴ്നാട് കേരള ബോർഡറിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും മഴയില്ല. ഇവിടെ നോക്കിയേ, നിങ്ങൾ താപ്പോട്ട് നോക്കിയേ, ആ തമിഴ്നാട്ടിൽ മൊത്തം നല്ല വെയിലാണ് കാണുന്നത്. കേരളത്തിലേ ഉള്ളൂ മഴ ഇപ്പോൾ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് താപ്പോട്ട് നോക്കാനേ. ഞാൻ ആ മരങ്ങൾ നോക്കിയേ, നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. മനോഹരമായ കാറ്റാണ്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ദൂരെ നോക്കിയ വണ്ടികൾ ചെറിയ കടുക് പോലെ പോകുന്ന കണ്ടോ, ലോറിയും കാറും ഒക്കെ. അത് നമ്മൾ പോകുന്ന ചെങ്കോട്ടയിലോട്ട് പോകുന്ന റോഡാണ്. ദൂരെ, ഒരുപാട് ദൂരെയാണത്. അവിടെ നിന്നവരെല്ലാം ചായ കുടിക്കുന്നതാണ്. ചൂടും ചായ. അങ്ങനെ ഞാൻ ആ കടയിൽ ചെന്നിട്ട് ചായക്ക് കയറി. എനിക്കുള്ള ചായയാണ് ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഒരുപാടൊന്നും കാണത്തില്ല, ചെറിയൊരു ഗ്ലാസ്സിലാണ്, കുറച്ചേ കാണത്തുള്ളൂ. നമ്മുടെ അടുത്ത പോലൊന്നും കാണത്തില്ല. പക്ഷെ നല്ല വൃത്തിയായിട്ട് അടിച്ചാണ് ആ ചായ എടുക്കുന്നത്. എനിക്കുള്ള ചായയാണത്. നല്ല ചായയാണ്. നമ്മളൊരു ചായ മേടിച്ചിട്ടുണ്ട്. ഇത് തമിഴ്നാടിൻ്റെ ബോർഡറാണ്. അപ്പോൾ അവിടുന്ന് ഒരു ചായ വാങ്ങി കുടിക്കാൻ പോകണം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടമാനം ആൾക്കാർ, സൺഡേ ആയതുകൊണ്ട് കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുവഴി വന്നു പോകുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും. നല്ല റഷുണ്ട് ഇവിടെയൊക്കെ ചായ കുടിക്കാനും ഒക്കെ. വണ്ടികളൊക്കെ നിരന്ന് കിടപ്പുണ്ട്. നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് ആൾക്കാർ വരുവേ. നല്ല മനോഹരമല്ലേ ഇവിടെ കാണാൻ. പക്ഷേ നമ്മുടെ ഈ കേരള സൈഡിൽ നല്ല മഴയായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ ആ മഴ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്, നോർമൽ കാലാവസ്ഥ, നല്ല അടിപൊളി. അപ്പോൾ ഒരു ചായ വാങ്ങിയിട്ടുണ്ട്, ചായ കുടിക്കുക. അപ്പോൾ വണ്ടികളൊക്കെ പോയം വരെയൊക്കെ ചെയ്യുന്നു. ഇവിടെ പഴംപൊരിയുണ്ട്, കേക്കുണ്ട്. ആ കണ്ണാടിപ്പെട്ടിയിൽ പഴംപൊരിയും അതുപോലെ വെട്ടുകേക്കും കിടപ്പുണ്ട്. ഞാനൊരു പഴംപൊരിയാണ് എടുത്തത്. പഴംപൊരി എടുത്ത് കഴിച്ചു. തിരക്കേട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പഴംപൊരിയും കഴിച്ച് ചായയും കുടിച്ചു. ചായ കുഴപ്പമില്ല, നല്ല ചായയായിരുന്നു. നല്ല കുഴപ്പം കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ല ചായയാണെന്ന്. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇനി നമ്മൾ ചെങ്കോട്ട ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. നമ്മുടെ മുമ്പിലൊരു വാൻ പോകുന്നുണ്ട്. കുറച്ചുകൂടി പോകുമ്പോൾ എസ് വളവ് കാണാൻ സാധിക്കും. എസ് വളവ് കണ്ടവർ ഒരുപാട് പേരുണ്ട്, കാണാത്തവരും കാണും. കാണാത്തവർക്ക് എസ് വളവ് കാണാവുന്നതാണ്. എസ് പോലിരിക്കും, അതിനെയാണ് എസ് വളവ് എന്ന് പറയുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് എസ് വളവ് എന്ന് പറയുന്നത്. ഈ എസ് വളവ് എന്ന് പറയുന്നത് എസ് പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ എസ് വളവ് എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, എസ് പോലല്ലേ കിടക്കുന്നേ, അല്ലേ? വേണ്ട, ബൈക്ക് നോക്കിക്കേ, എസ് പോലെ വന്ന് കണ്ടോ, അതിനാ എസ് വളവ് എന്ന് പറയുന്നത്. കണ്ടോ? സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന നെൽപ്പാടങ്ങൾ, നമ്മുടെ നെൽവയലുകൾ ഒരു കാലത്ത് ഇതുപോലല്ലായിരുന്നോ? നോക്കിക്കേ, ആ ചേറൊക്കെ എന്ത് രസമാണെന്ന് കാണാൻ.
നല്ല ഭംഗിയാണല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പണിയെന്ന് നോക്കിയേ. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അന്യമായി. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലങ്ങളൊക്കെ? ഇത് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയായ തമിഴ്നാടിൻ്റെ ബോർഡറാണ്. ആ കാണുന്ന മലയ്ക്കപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടുമാണ്. നല്ലൊരു ഫ്രെയിമല്ലേ ഇത് കാണാൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി പോയ കാഴ്ചകളാണ്. ഇനിയിപ്പോൾ ഈ പാലക്കാട് ആ ഭാഗത്ത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഈ നെൽവയലൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞാനും ടിൻറ്റുമോനും നമ്മുടെ തിരുമലക്കോവിൽ ലക്ഷ്യമാക്കി മുമ്പോട്ട് യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ റോഡിന് കുറുകെ കൂട്ടമായി പോകുന്ന പശുക്കളും ആടുകളും. ശരിക്കും ഒരു തനി തമിഴ്നാടൻ ഗ്രാമീണ ഭംഗി നേരിട്ട് നമുക്ക് കണ്ടറിയാം. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് തിരിയുമ്പോൾ തിരുമലക്കോവിലും നേരെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെങ്കോട്ട തെങ്കാശി എന്ന ഭാഗത്തും എത്തിച്ചേരാൻ കഴിയും. തിരുമലക്കോവിൽ അങ്ങോട്ടാ. കോവിലിലേക്ക് അടുക്കുംതോറും റോഡുകളൊക്കെ നല്ല ഭംഗിയായി കിടക്കുന്നുണ്ട്. ഗ്രാമീണ ഭംഗി നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷവും എനിക്കും ടിൻറ്റുമോനും ഉണ്ട്. ആ വൈബൊന്ന് വേറെ തന്നെയാണ്. വീണ്ടും റോഡിന് കുറുകെ പോകുന്ന പശുക്കളെ കാണാം. ഇവിടെ റോഡുകളൊക്കെ വളരെ ഭംഗിയായി കിടക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ചെറിയൊരു കോവിലിൻ്റെ അരികിലെത്തി. അതിൻ്റെ ഒരു സൈഡിൽ കൂടി തന്നെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. മനോഹരമായിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈബാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമായതിനാൽ നല്ല തിരക്കുണ്ട്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും വന്ന വാഹനങ്ങളാണ് ഈ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളിൽ വന്നവരെല്ലാം തന്നെ തിരുമലക്കോവിൽ കാണാൻ വന്നവരാണ്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. അങ്ങനെ ഞാനും ടിൻറ്റുമോനും തിരുമലക്കോവിലിൻ്റെ അടുത്തെത്താറായി. അങ്ങനെ ഞാൻ കോവിലിൻ്റെ അടിവാരത്തെത്തി.